ഹലോ, അങ്ങനെ നമ്മൾ 25th ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. സബ്സെ ബഡാ ചാത്ത. ചാത്ത എന്ന് പറഞ്ഞാൽ അംബ്രല. സബ്സെ ബഡാ ചാത്ത, ഏറ്റവും വലിയ അംബ്രല. बारिश, चमाचम बारिश, लगातार बारिश, छत पर चमाचम, घर में टप टप और आंगन में चप चपाक. ബാരിഷിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അല്ലേ, റെയിനിനെ പറ്റി. എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്? ജമാജം. അതൊരു സൗണ്ട് പോലെയോ അല്ലെങ്കിൽ അതിനൊരു വിശേഷണം കൊടുക്കുകയാണ്, ജമാജം. ലഗാതാർ ബാരിഷ്, ഭയങ്കര മഴയാണ്. ഛത്ത് പർ, ടെറസില് ജമാജം, ടെറസിൽ വീഴുന്നത് ജമാജം എന്ന ശബ്ദത്തോടു കൂടിയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ്. ഘർ മേ ടപ് ടപ്, വീട്ടിലിരിക്കുമ്പോൾ ടപ് ടപ് എന്നാണ് കേൾക്കുന്നത്. ഓർ ആംഗൻ മേ, മുറ്റത്ത് അല്ലെങ്കിൽ പുറത്തോ ചപ് ചപാക്. ഇതൊക്കെ പല രീതിയിലും മഴയെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ഏതൊക്കെയാണ്? ജമാജം, ടപ് ടപ്, ചപ് ചപാക്. गीला हो गया बिस्तर, अम्मा की साड़ी और दादी का कंबल. ഗീല, നനഞ്ഞു പോയി. എന്തൊക്കെയാണ് ഈ മഴയിൽ നനഞ്ഞു പോയത്? ബിസ്തർ, ബെഡ്, അമ്മാക്കി സാടി, അമ്മയുടെ സാടി, ഓർ ദാദി കാ കമ്പൽ, അമ്മയുടെ സാരിയും ബെഡും ദാദിയുടെ കമ്പിളിയും ഒക്കെ നനഞ്ഞു പോയല്ലേ. ഗീല ഓർ സർദ് ഹോ ഗിയ പൂരാ ഷഹർ. ഗീല, നനയുക, സർദ് എന്ന് പറഞ്ഞാൽ തണുപ്പ്. അപ്പൊ മഴ കാരണം ഈ ഷഹർ മുഴുവൻ, ഈ ഒരു പ്രദേശം മുഴുവൻ തണുത്ത് അല്ലെങ്കിൽ നനഞ്ഞിരിക്കുകയാണ്. ലേക്കിൻ മേരെ പാസേ ചാത്ത, ഈ നഗരം മുഴുവൻ നനഞ്ഞിരിക്കുക, പക്ഷെ ഞാനോ, എൻ്റെ അടുത്ത് ഒരു കുടയുണ്ട്. ഈ കുട്ടി പറയാണ്, പക്ഷെ ഞാനോ, എൻ്റെ അടുത്ത് കുടയുണ്ട്. ചാത്ത. ചാത്തയ്ക്ക് ഭീതർ മേ ഓർ സലീം. ചാത്തയുടെ അടിയിൽ ആരൊക്കെയാണുള്ളത്? മേ ഓർ സലീം, ഈ കുട്ടിയും അതിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള സലീമും. ഭീതർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ. അപ്പൊ കുടയുടെ ഉള്ളില് സലീമും ഈ കുട്ടിയും ഉണ്ട്. ബിൽകുൽ സൂഖേ ഓർ ഗരം, നനവൊന്നുമില്ല അല്ലെ. അപ്പൊ ബിൽകുൽ സൂഖേ, ഉണങ്ങിയിരിക്കുകയാണ്. ഓർ ഗരം, നല്ല ചൂടുമുണ്ട്. മേനെ ചാത്തേ മേ ടില്ലു കോബി ബുലായ. അപ്പൊ ഇവർ രണ്ടുപേരും മാത്രം ഇരിക്കുകയാണല്ലേ. അപ്പൊ കുട്ടി ടില്ലുനെയും കൂടി കുടയുടെ അടിയിലേക്ക് ക്ഷണിച്ചു. ആബ് ടില്ലു ബിൽകുൽ സൂഖ, ഇപ്പോ ടില്ലു ബിൽകുൽ സൂഖ, നല്ല ഉണങ്ങിയാണ് ഇരിക്കുന്നത്. മേ ഓർ സലീം കുച്ച് ഗീലേ ഗീലേ സേ, ഒരാളും കൂടി കുടയിൽ വന്നപ്പോ കുടയിലുള്ള സ്പേസ് കുറഞ്ഞു പോയല്ലോ. അപ്പോ ഈ കുട്ടിയും സലീമും ചെറുതായിട്ട് നനയുന്നുണ്ട്. എന്നാൽ ടില്ലു ബിൽകുൽ സൂഖ, പൂർണ്ണമായിട്ടും ഉണങ്ങിയാണ് ഇരിക്കുന്നത്, മഴയൊന്നും കൊള്ളാതെ. മേനെ ദയാൽ ചാച്ചൂസെ ബഡാ ചാത്ത മാങ് ലിയ. അപ്പൊ 3 പേർക്കും കൂടെ അതിൽ കൊള്ളാതായപ്പോ അവൻ ദയാൽ ചാച്ചു, അവന്റെ ദയാൽ ചാച്ചുവിനോട് ബഡാ ചാത്ത മാങ് ലിയ, ഇനിയും വലിയ കുട തരാൻ ആവശ്യപ്പെട്ടു. ആബ് സാബ് ചാത്തേക്ക് അന്തർ, ഇപ്പൊ വലിയ കുട കിട്ടിയപ്പോ എല്ലാരും കുടയുടെ അടിയിലായി. ഫിർ ലത ഔർ മോനു ബി ആ ഗയേ. അപ്പൊ വലിയ കുട കിട്ടിയപ്പോ ആര് രണ്ടുപേരും കൂടിയാ വന്നത്? ലത ഓർ മോനു, അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലെ. അവരും കൂടി കുടയുടെ ഉള്ളിലേക്ക് വന്നു. ബഡാ ചാത്ത പടുകയാ ചോട്ട, വലിയ കുടയായിരുന്നു, പക്ഷെ കൂടുതൽ കുട്ടികൾ വന്നപ്പോഴോ പടുകയാ ചോട്ട, ചെറിയ കുടയായി പോയി. ചെറിയ കുടയായതല്ല, കുടയുടെ ഉള്ളിൽ സ്പേസ് കുറഞ്ഞു പോയി കൂടുതൽ കുട്ടികൾ വന്നപ്പോ. ദയാൽ ചാച്ചൂസെ ഓർ ബഡാ ചാത്ത ലേ ആയേ. അപ്പോ കൂടുതൽ കുട്ടികൾ വന്നപ്പോ ആ കുടയും പോരാതായി. ദയാൽ ചാച്ചുവിന്റെ അടുത്ത് പോയിട്ട് ഇനിയും വലിയൊരു കുട വാങ്ങിയിട്ട് വന്നു. അബ് സാബ് ചാത്തേക്ക് അന്തർ, ഇപ്പൊ എല്ലാരും വീണ്ടും കുടയുടെ അടിയിലായി. കാരണം എന്താ? വലിയൊരു കുട കിട്ടിയല്ലേ. സലീം ഓർ സനത് ബി ആഗേ. അപ്പൊ വലിയ കുട കിട്ടിയപ്പം പിന്നെ രണ്ടുപേരും കൂടി വന്നു. സലീം ഓർ സരത് ഓർ ബഡാ ചാത്ത പടകിയ ചോട്ട. കുട്ടികൾ കൂടുതൽ വന്നപ്പോ ആ കുടയും മതിയാവാതായി, അതിൻ്റെ ഉള്ളിലും സ്പേസ് തികയാതായി, ചെറുതായി പോയി കുട. ദയാൽ ചാച്ചൂസെ ബഹുത് ബഡാ ചാത്ത ലേ ആയേ. വീണ്ടും ചെന്ന് ദയാൽ ചാച്ചുവിന്റെ അടുത്തുനിന്ന് ഏറ്റവും വലിയ കുട വാങ്ങിയിട്ട് വന്നു. അബ് സാബ് ചാത്തേക്ക് അന്തർ, അങ്ങനെ വീണ്ടും എല്ലാരും കുടയുടെ അടിയിലായി. എന്നാൽ അപ്പൊ വീണ്ടും കുട്ടികൾ വന്നു. ഈ തവണ ആരൊക്കെയാ വന്നത്? സോനു, ഹമീദ്, ഹർമീത്, സബ് കെ സബ് ആകെ.
അവിടെയുള്ള എല്ലാ കുട്ടികളും കൂടി കൊടയുടെ അടിയിലേക്ക് വന്നു. ബഹുത് ബഡാ ചാത്ത ബി പട് ഗയാ ചോട്ടാ. വലിയ കൊടയും പിന്നെയും ചെറുതായി മാറി. അത്രയും കൂടുതൽ ആൾക്കാർ വന്നപ്പോ അതും സ്പേസ് തികയാതായി. ദയാൽ ചാച്ചു बहुत बड़े चाते से बहुत बहुत बड़ा चाता दो. ഈ ഇത്രയും വലിയ കൊടയല്ല, ഇനിയും വലിയ 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 കൊട തരൂ. ദയാൽ ചാച്ചുനെ കഹാ. അപ്പൊ ദയാൽ ചാച്ചു എന്താ പറഞ്ഞത്? ഇസ്സെ ബഡാ ചാത്ത തോ ബൻതാ ഹി നഹി. ഇതിലും വലിയൊരു കൊട ഇനി ഉണ്ടാവില്ല. അങ്ങനെ ഒരു കൊട ആരും ഉണ്ടാക്കിയിട്ട് പോലും ഇല്ല. ബഡാ ഹോക്കർ മേ ദുനിയാ കാ സബ്സെ ബഡാ ചാത്ത ബനാവുങ്കാ. അപ്പൊ കുട്ടി എന്താ പറയുന്നത്? ബഡാ ഹോക്കർ വലിയതായിട്ട് മേ ദുനിയാ കാ സബ്സെ ബഡാ ചാത്ത, ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൊട ബനാവുങ്കാ, ഞാൻ ഉണ്ടാക്കും. ആസ്മാൻ ജിത്ന ബഡാ. എത്ര വലുതാണ്? ആകാശത്തിന്റെ അത്രയും വലിപ്പമുള്ള കൊട. ജോ ബാരിഷ് മേ പൂരെ ഷഹർ കോ ചുപാ ലേഗാ. അങ്ങനെയുള്ള വലിയ കൊട ഉണ്ടാക്കുന്നത് എന്തിനാണ്? പൂരെ ഷഹർ, ഈ നഗരം മുഴുവൻ കൊടയ്ക്കുള്ളിലാക്കാൻ വലിയ അത്രയും വലിയ കൊട ഞാൻ വലുതായിട്ട് ഉണ്ടാക്കും. ടില്ലു, സലീം, അമ്മ, ചാച്ചു, രാകേഷ്, ഹമീദ്, ഹർമീദ്, ശാലിൻ और സനത് सब होंगे चाते के भीतर. അത്രയും വലിയ കൊട ഞാൻ ഉണ്ടാക്കുമ്പോൾ ഈ പറയുന്ന എല്ലാ കുട്ടികളും പിന്നെ അവരുടെ അമ്മമാരും എല്ലാരും കൊടയുടെ ഉള്ളിലായിരിക്കും. സൂഖെ ഓർ ഗരം, എല്ലാരും നല്ല ഉണങ്ങി നല്ല ചൂടോടെ സേഫ് ആയിട്ട് കൊടയുടെ ഉള്ളിൽ ഇരിക്കാൻ പറ്റും. बारिश झमाझम बारिश घर में टप टप और आंगन में चपचपाक. എങ്ങനെയുണ്ട് ഈ ഒരു സ്റ്റോറി? നല്ല സ്റ്റോറിയാണല്ലേ? ആ കുട്ടിക്ക് അത്രയും വലിയ കൊട ഉണ്ടാക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ തോട്ട്സ് ഒക്കെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യണം കേട്ടോ. ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത് മനോജ് കുമാർ ആണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ എക്സസൈസിലേക്ക് പോവാം. ബാത്ചീത് കേലിയെ, ഇത് ഡിസ്കഷന് വേണ്ടിയുള്ളതാണ്. നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ബാരിഷ് സെ ജുഡെ അപ്നെ അനുഭവ് ബതായേ. നിങ്ങൾക്ക് മഴക്കാലം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. മുझे बारिश में कागज की नाव चलाना अच्छा लगता था. ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് എനിക്ക് മഴ വരുമ്പോഴേക്ക് അതില് കടലാസിന്റെ തോണി ഉണ്ടാക്കിയിടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങൾക്കോ? അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും അല്ലേ? आप बड़े होकर क्या बनाना चाहेंगे? നിങ്ങൾ വലിയ ആൾക്കാരാവുമ്പോൾ നിങ്ങൾ എന്താണ് ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത്? എന്ത് ജോലി ചെയ്യാനാണ് അല്ലെങ്കിൽ എന്തായി അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്? मैं बड़ी होकर एक गायिका बनना चाहूंगी. ഞാൻ വലിയതായിട്ടൊരു സിംഗർ ആവാനാണ് ആഗ്രഹിക്കുന്നത്. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതുക. क्या सचमुच कोई इतना बड़ा चाहता बना सकता है कि पूरी दुनिया के बच्चे उसमें आ जाए? ശരിക്കും ഇത്രയും വലിയൊരു കുട ആർക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? നെഹി, ऐसा चाहता बनाना मुश्किल है. അങ്ങനെ ഒരു കുട ഉണ്ടാക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. चाहते में ऐसा क्या होता है कि हम बारिश में भी गीले नहीं होते? എന്തുകൊണ്ടാണ് കുട ചൂടുന്ന സമയത്ത് മഴയത്ത് നമ്മൾ നനയാത്തത്? ചാത്തേ കാ കപ്പട പാനി രോക്താ ഹേ. കുടയുടെ ശീല അല്ലെങ്കിൽ കുടയുടെ തുണി മഴയെ സ്റ്റോപ്പ് ചെയ്യും അല്ലെ? എന്നിട്ട് അത് സൈഡ് കൂടി ഒഴുകി പോകും, നമ്മുടെ ശരീരത്തിലേക്ക് ആവില്ല. नीचे दिए गए प्रश्नों के उत्तर अपनी कॉपी में लिखिए. ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിന്റെ ആൻസേഴ്സ് നിങ്ങൾ ബുക്കിൽ എഴുതണം. ഹർ ബാർ ചാത്ത ക്യോ ചോട്ടാ പടുത്താത. എല്ലാ പ്രാവശ്യം എന്തുകൊണ്ടായിരുന്നു കുട ചെറുതായി പോയത്? ക്യോങ്കി ഉസ്മേ ഹർ ബാർ നേ ബച്ചേ ആ ജാത്തേ ദേ. അതിൽ ഓരോ പ്രാവശ്യവും പുതിയ പുതിയ കുട്ടികൾ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് അതിന്റെ സ്പേസ് കുറഞ്ഞു പോയിട്ട് കുട ചെറുതായി പോകുന്നത് പോലെ തോന്നിയത്. ഹർ ബാർ ബഡാ ചാത്ത കോൺ ദേത്തേ ദേ. ഓരോ പ്രാവശ്യവും വലിയ കുട ആരായിരുന്നു തന്നിരുന്നത്? ഹർ ബാർ ബഡാ ചാത്ത ദയാൽ ചാച്ചു ദേത്തേ ദേ. ദയാൽ ചാച്ചു ആണ് ഓരോ പ്രാവശ്യം കൊടുത്തതല്ലേ? इस कहानी में आए सभी बच्चों के नाम लिखिए. टिल्लू, सलीम, लदा, മോനു, ശലീൻ, സനത്, സോനു, ഹമീദ്, ഹർമീദ്. ഇനിയും കുട്ടികളുടെ പേരുണ്ടെങ്കിൽ അതും കൂടി നോക്കി എഴുതുക. ഓക്കെ. ബാരിഷ് മേ ക്യാ ക്യാ ഗീല ഹോ ഗയാ. മഴയില് എന്തൊക്കെയായിരുന്നു നനഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്?
बारिश में बिस्तर, अम्मा की साड़ी, दादी का कंबल और पूरा शहर गीला हो गया था. खेल खेल में വർഷ എന്ന് പറഞ്ഞാൽ ബാരിഷ് തന്നെയാണ്, മഴ. അതിന്റെ പുതിയ പേരാണ് വർഷ. वर्ष की बूंदे धरती पर गिरती है तो कैसी ധ്വനി സുനായി ദേത്തി ഹെ. മഴവെള്ളം ഭൂമിയിൽ വീഴുമ്പോ എങ്ങനെയുള്ള ശബ്ദമാണ് ഉണ്ടാകുന്നത്? ഇസ് തരഹ് കർക്കെ ദേഖിയേ. നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. ആങ്ക് ബന്ദ് കീജിയേ, കണ്ണടച്ച്, और बाएं हथेली എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ്, ഖോൽ കർ രഖിയേ. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ഓപ്പൺ ആയിട്ട് വെക്കണം. എന്നിട്ടോ ദായേ ഹാത്ത് കി തർജീനി, റൈറ്റ് ഹാൻഡിന്റെ തർജീനി എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഫിംഗർ ആണ്. ഓക്കെ, തമ്പിന്റെ തൊട്ടടുത്തുള്ള ഫിംഗർ. തർജീനി സെ ബായി ഹത്തേലി പർ, അപ്പൊ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ലെഫ്റ്റ് ഹാൻഡില് ബജാക്കർ ദേക്കിയേ, നല്ല കൈ കൊണ്ട് ടാപ്പ് ടാപ്പ് ചെയ്തിട്ട് നോക്കുക. फिर से दो उंगलियों से बजाकर देखिए. ആദ്യം ഒരു വിരൽ മാത്രം കൊണ്ട് ഒന്ന് ടാപ്പ് ചെയ്യുക, പിന്നെ രണ്ട് വിരൽ കൊണ്ട് ടാപ്പ് ചെയ്യുക. फिर से तीन उंगलियों से बजाकर देखिए. फिर से चार उंगलियों से बजाकर देखिए. അപ്പൊ 1 2 3 4 എന്നുള്ള കൈ കൊണ്ട് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് കണ്ണടച്ചിട്ട് ശബ്ദം നോക്കുക. അത് മഴ പെയ്യുന്ന ശബ്ദം പോലെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, शब्दों का खेल. हर बार बड़ा छाता छोटा पड़ जाता. बड़ा और छोटा इन दोनों शब्दों के अर्थ एक दूसरे से विपरीत है. ഇതില് ബഡ ബിഗ്, ഛോട്ട സ്മോൾ, ഇത് രണ്ടും ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. ജैसे दिन और रात, ഡേ ഓർ നൈറ്റ്, ഇതുപോലെ തന്നെയാണ് അതും ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. नीचे दी गई तालिका से दिए गए शब्दों के विपरीत अर्थ वाले शब्द ढूंढकर लिखिए. ഇവിടെ തന്നിരിക്കുന്ന വേർഡ് പസിലിൽ നിന്ന് താഴെ തന്നിരിക്കുന്ന ഓരോ വേർഡ്സിന്റെയും ഓപ്പോസിറ്റ് കണ്ടുപിടിച്ച് എഴുതാൻ പറ്റുമോ? നമുക്കൊന്ന് നോക്കാം. ഊപ്പർ, ഊപ്പർ മീൻസ് മുകളിൽ. ഓക്കെ, അതിന്റെ ഓപ്പോസിറ്റ് എന്താ? താഴെ. എങ്ങനെ എഴുതാ? നീച്ചെ. ഊപ്പർ എന്ന് പറഞ്ഞാൽ മുകളിലാണ്, താഴെ നീച്ചെ. അപ്പ് ഡൗൺ. നെക്സ്റ്റ് ദായേ, ദായയുടെ ഓപ്പോസിറ്റ് ആണ് ബായേ. അന്തർ, അന്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ബാഹർ എന്ന് പറഞ്ഞാൽ വെളിയിൽ, പുറത്ത്. രാത്, രാത്രി, ദിൻ, ഡേ. ഏക്, ഏക് എന്ന് പറഞ്ഞാൽ ഒന്നാണ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് അനേക്. അനേക് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ, ഏക് അനേക്. ദൂർ, ദൂരെ, ദൂറിന്റെ ഓപ്പോസിറ്റ് പാസ്, അടുത്ത്, നിയർ. അന്ധേര, അന്ധേര എന്ന് പറഞ്ഞാൽ രാത്രിയാണല്ലേ, ഇരുട്ടാണ്. അന്ധേരയുടെ ഓപ്പോസിറ്റ് എന്താണ്? ഉജാല, വെളിച്ചം, ലൈറ്റ് ആണ്. ഗീല, ഗീല നനഞ്ഞു പോവാ, അതാണ് ഗീല. സൂഖ, ഉണങ്ങിയിരിക്കുക, നല്ല ഡ്രൈ ആയിരിക്കുന്നതിനാണ് സൂഖ എന്ന് പറയുന്നത്. പഠിയേ സമझिए और लिखिए. दिन में सूरज, डैश में तारे दिखते हैं. ഡേയില് സൂര്യനെ കാണും. എപ്പോഴാണ് താരെ ദിക്തേ ഹേ? ഡേയുടെ ഓപ്പോസിറ്റ് എന്താണ്? രാത്. ഡേയില് സൂര്യനെ കാണാം, നൈറ്റില് സ്റ്റാർസ് കാണാൻ പറ്റും. സിമിലർലി ഡാഷ് ബോലെ ജൂട്ട് നഹി, കള്ളം പറയരുത്. കള്ളം പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് സച്ച് ബോലെ, സത്യം മാത്രമേ പറയാവുള്ളൂ. ഊപ്പർ ആകാശ്, ഓർ ഊപ്പർ മുകളിലാണല്ലേ, അപ്പൊ നീച്ചെ ധർത്തി, താഴെയാണ് ഭൂമി. ആകാശം മുകളിലാണ്, താഴെ ഭൂമിയാണ്. नीचे दिए गए शब्दों की सहायता से 5 से 6 वाक्य लिखिए. താഴെ തന്നിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് 4 5 വാക്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. നിങ്ങളത് സ്വന്തമായി തന്നെ എഴുതാം. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. मैं स्कूल से घर आ रही थी, അല്ലെങ്കിൽ ആ രഹാ ഥ. ഗേൾ ആണെങ്കിൽ രഹി ഥി, ബോയ് ആണെങ്കിൽ രഹാ ഥ. ഇനി ഈ വേർഡ്സ് ഉപയോഗിച്ചിട്ട് ബാക്കി ഉണ്ടാക്കി എഴുതാൻ പറ്റുമോ? ബാരിഷ് ഛംഛം ഹോ രഹി ഥി, മഴ എങ്ങനെയാണ്? ഛംഛം അല്ലേ, ബാരിഷ് ഹോ രഹി ഥി. മേരെ പാസ് ഛാത്താ ഥാ, എന്റെ കയ്യിൽ കൊടയുണ്ടായിരുന്നു. मैंने अपने मित्र की सहायता की जिसके पास छाता नहीं था, ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊട കൊടുത്തു, അവന്റെ കയ്യിൽ കൊട ഉണ്ടായിരുന്നില്ല. बारिश के कारण दोपहर से स्कूल की छुट्टी दी है,
ഭയങ്കര മഴയായതുകൊണ്ട് ദോപഹർ സേ, ദോപഹർ എന്ന് പറഞ്ഞാൽ ഉച്ച, സ്കൂൾ കി ചുട്ടി ദി, ലീവ് തന്നിരിക്കുകയായിരുന്നു. ഹമേ ജൽദി ഘർ പहुंचना है, നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണം. ഇവിടെ 2-3 സെന്റൻസേ ഉള്ളൂ. നിങ്ങൾ ഇതുപോലെ സിമ്പിൾ സെന്റൻസ് സ്വന്തമായിട്ട് എഴുതുക. പഹേലി, കുറച്ച് പസിൽസ് തന്നിട്ടുണ്ട്. തോത്തേ കാ പ്യാരാ ഖാനാ ഹേ, പാരറ്റ്, പാരറ്റിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ്. ലേക്കിൻ മേരി സീസി ഹേ, ഞാൻ അത് കഴിക്കുകയാണെങ്കിൽ എനിക്ക് എന്ന് പറഞ്ഞ എരിവായിരിക്കും ഉണ്ടാവുക. इसका उत्तर दे सकते हो, यह तो बात जरा सी है. ഇതിന്റെ ആൻസർ എന്താണ്? മിർച്ചി, അത് മുളകാണ്. അടുത്തത് ചൽത്തി ഹി രഹതാ ഹേ ഹർദം, എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. ദിൻ ഹോ ചാഹേ രാത്, രാത്രിയായാലും പകലായാലും ഒക്കെ നടന്നുകൊണ്ടിരിക്കും. ടിക് 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 ബോലാ കർത്തി, എങ്ങനെയാ പറയാ? ടിക് ടിക് ടിക്. कहती है कुछ बात, എന്താണത്? ഘടി, ക്ലോക്ക് ആണ് അല്ലെ. ടിക് ടിക് എന്ന് പറഞ്ഞ് ഫുൾ സമയം നടന്നുകൊണ്ടിരിക്കുന്ന ആളാണ് ഘടി. അപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.